ഹലോ ഫ്രണ്ട്സ്, ഐ ആം ആഷ് ബൂഷ് സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ് എന്ന് പറയുന്നത് ഫുഡ് മസാജും ഫുഡ് റിഫ്ലക്സോളജിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് എന്താ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൻ്റെ കാരണം ആൾക്കാർ അത്രയും ചോദിക്കുന്നു, എന്താണ് ഫുഡ് റിഫ്ലക്സോളജി, മസാജ് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകണമെന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നും, അതോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കേൾക്കുക. ഇത് അത്യാവശ്യം നല്ലൊരു തെറാപ്പിയാണ്. ഇതൊരു തെറാപ്പിയാണ് പാദത്തിലെ ഓരോ ഭാഗവും ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളുമായി അഥവാ ഓർഗൻസുമായി ബന്ധപ്പെട്ട് എന്ന ആശയത്തെ അടിസ്ഥാനപരമാക്കി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഫുഡ് റിഫ്ലക്സോളജി. പ്രത്യേക റിഫ്ലക്സ് പോയിന്റിൽ അഥവാ ഫുഡ് റിഫ്ലക്സോളജി ഫുട്ടിൻ്റെ ഓരോ റിഫ്ലക്ട് ഏരിയയിലും ഇത് ഒരു തെറാപ്പി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പാദത്തിലെ ഓരോ ഭാഗവും ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളുമായി ഓർഗൻസുമായി ബന്ധപ്പെട്ടതാണ് എന്ന ആശയത്തെ അടിസ്ഥാനപരമാക്കിയാണ് ഫുഡ് റിഫ്ലക്സോളജി ഫോക്കസ് ചെയ്യുന്നത്. പ്രത്യേക റിഫ്ലക്സ് പോയിന്റുകൾ പ്രഷർ നൽകുകയും എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ശരീരത്തിലെ അകത്തെ നമ്മുടെ ശരീരത്തിലെ ബാലൻസ് ചെയ്യുന്നതും അതുപോലെ നെർവ് സിസ്റ്റം സിമ്പത്തറ്റിക് അഥവാ പാരാ സിമ്പത്തറ്റിക് സിസ്റ്റം സജീവമായി പ്രവർത്തിക്കാൻ ഇത് സഹായമാണ്. സ്ട്രെസ്സ് അതേപോലുള്ള മറ്റുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ വളരെയേറെ സഹായമാണ്. അതുപോലെ തന്നെ ഫുട്ട് മസാജ് ഇത് ഒരു റിലാക്സേഷൻ ടെക്നിക്കാണ്. പാദത്തിലെ മസിൽസ് ടിഷ്യൂ ഇതിനെ മുഴുവനായി ഒരു ജനറൽ മസാജ് നൽകുക എന്നതാണ് ഇത് ചെയ്യുന്നത്. പ്രത്യേക പോയിന്റുകളോ ഒന്നുമില്ല, മുഴുവൻ ഭാഗവും പരിഗണിക്കുന്നതിൽ പ്രഷർ നൽകി പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് ശരീരത്തിലെ അകത്തെ ബാലൻസ് മെച്ചപ്പെടുത്താൻ ഈ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫുഡ് റിഫ്ലക്സോളജിയും ഫുഡ് മസാജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്.